ശ്രീ മുഡ അഴിമതി മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJP വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാണ് ഈ മുഡ അഴിമതി. അഴിമതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണങ്ങൾ വരുന്നു. BJPയുടെ കാലത്താണ് ഈ പരിപാടി നടന്നത് എന്ന് സിദ്ധരാമയ്യയും DK ശിവകുമാറും തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നു. ഏതായാലും ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 10 വരെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് JDSും BJPയും ചേർന്നുകൊണ്ട് സംയുക്തമായ ഒരു മാർച്ച് ബംഗളൂരുവിൽ നിന്ന് മൈസൂരിലേക്ക് നടത്താൻ ഉദ്ദേശിച്ചു. ഇന്നിപ്പോൾ HD കുമാരസ്വാമി പറയുന്നു ഞങ്ങളതിൽ നിന്ന് പിന്മാറുകയാണ്. അതിൻ്റെ കാരണമായി അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അനന്തരവനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയുടെ അവിഹിത ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഒരു കാര്യം. രണ്ട്, അവിടെ കനത്ത മഴ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു മാർച്ചിൻ്റെ ആവശ്യകത എന്താണ്? മാത്രമല്ല BJP ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നും. JDSൻ്റെയും BJPയുടെയും ബന്ധം കർണാടകയിൽ ഉലയുകയാണ്. ചെറിയ കാര്യത്തിലാണ് കുമാരസ്വാമി ഇന്ന് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അല്ല, BJP ഈ ഒരു വിഷയത്തിൽ ഇനിയും ഇപ്പോൾ നാണം കെടുകയുള്ളൂ. കാരണം ഇവരുമായിട്ട് സഖ്യത്തിൽ പോകേണ്ട ഒരാവശ്യം BJPക്ക് ഇല്ല. BJP അവിടെ സ്വന്തമായിട്ട് നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. കഴിഞ്ഞ തവണ മോഡിക്ക് 400 സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബന്ധമാണ്. ഇത് അന്നും RSSന് താല്പര്യമൊന്നുമില്ല. കാരണം ഈ ജി കമ്പനി എന്ന് വെച്ചാൽ മൊത്തം അടിമുടി അഴിമതിയാണ്. കർണാടക മൊത്തം അഴിമതിയാണ്. ജി കമ്പനി എസ്പെഷ്യലി അടിമുടി അഴിമതിയാണ്. എവിടെ ഇരുന്നാലും അവർ കാര്യം നടന്നാൽ മതി. അവരെന്ത് ചെയ്യും? ഒരു വെള്ളം പോലെയാണ്. എന്ത് രൂപ അവർ കൈവരിക്കും. അവരുടെ കാര്യം മാത്രമാണ് അവർക്കുള്ളത്. ഇങ്ങനെയുള്ള ആളുകളെ സഖ്യം ഉണ്ടാക്കാൻ പോയി അവർ സ്വാഭാവിക മരണത്തിലേക്ക് പോകേണ്ട ഒരു പാർട്ടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടുകൂടി. അവർക്ക് ജീവൻ ഉണ്ടാക്കി കൊടുത്ത BJPയാണ്. BJPക്ക് ഈ നാടിനോട് കമ്മിറ്റ്മെൻറ്റ് കുറച്ച് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എല്ലാ സമയത്തൊക്കെ ചിലവരുടെ തീരുമാനം കാണുമ്പോൾ അവർക്ക് മറ്റു വലുതിനോടാണ് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് തോന്നിപ്പോകും. കാരണം അന്ന് BJP അവഗണിച്ച് അവർ തീരും. ഇവരൊക്കെ തീരണം. എന്നിട്ട് ഇവരെ അനുയായികളൊക്കെ ഒന്നുകിൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ BJPയിലോ ചേരണം. അതാണ് രാജ്യത്തിന് നല്ല, ആ സംസ്ഥാനത്തിന് നല്ല. അതാണ്. അതല്ലാതെ ഇവർക്ക് ഇവർ പിന്നിന്ന് കുത്തുന്ന കാര്യം ഉറപ്പല്ലായിരുന്നു. ഇവർ പിന്നിന്ന് കുത്തുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ ആദ്യം ഒരു യാത്ര അവർ പ്രഖ്യാപിക്കുന്നത്. ഇപ്പം അഴിമതി കർണാടക നടക്കാത്ത ഒരു ഏരിയയല്ല. ആര് ഭരിച്ചാലും 10% ആണ്. പാകിസ്ഥാനിലെ പഴയ സർദാരിൻ്റെ പരിപാടിയാണ് 10%. എന്തിടപാടിനും 10%. അതാണ് കർണാടകയിലെ രീതി. അപ്പം അത് ഈ പറയുന്ന പോലെ ഈ മുമ്പ് ഇവരും ഇരുന്നാണല്ലോ. എന്താണല്ലോ അവർക്ക് അതിൽ സ്റ്റേക്ക് വന്നിട്ടുണ്ടോ? അതുകൊണ്ടൊക്കെ തന്നെ ഒരു പരിധിയായിട്ട് ഈ ശിവകുമാർ എന്ന് വെച്ചാൽ മഹാചാണക്യനാണ്. അയാൾക്ക് ഏത് ചരട് എപ്പം വലിക്കണം നന്നായിട്ട് അറിയാം. അയാൾ മോഡീൻ്റെ അടുത്ത് നിന്നാണ് തോന്നുന്നു പണിയൊക്കെ പഠിച്ചിരിക്കുന്നത്. ഏത് ചരട് എപ്പം വലിക്കണം നന്നായിട്ട് അറിയുന്നതാണ്. അത് ഇന്ന് അമിത്ഷായ്ക്ക് പകരം വെക്കാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് ശിവകുമാറാണ്. ശിവകുമാറാണ് പറഞ്ഞിരിക്കുന്നത് മുഡ അഴിമതി നടന്നിരിക്കുന്നത് BJPയുടെ കാലഘട്ടത്തിലാണ്. BJP നേതാക്കളുടെ മുഴുവൻ വിവരങ്ങളും ഞാൻ പുറത്തുവിടാൻ പോവുകയാണ്. ഇത് ഏത് ചരട് വലിക്കണം അയാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതായിരിക്കും ഒരു കാരണം. പിന്നെ രണ്ടാമത് ഈ കുടുംബത്തിലെ പ്രശ്നം എന്ന് പറയും. അതൊരു കാരണമായിട്ട് എടുത്ത് പറയുന്നതാണ്. അപ്പം ഇത് BJP ചോദിച്ചു മേടിച്ചതാണ്. ഇവരൊക്കെ ആയിട്ട് സഖ്യം കൂടുമ്പോൾ BJP ആലോചിക്കണം എന്ത് സംഭവിക്കും, എന്തായിരിക്കും. ഈ കേന്ദ്രമന്ത്രി ഇദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് പറയുമ്പോൾ ഈ അനന്തരവനെ ഇവിടെ അറസ്റ്റ് വരിച്ച് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹവും കുടുംബവും ഉല്ലസിക്കാൻ പോയിരിക്കുകയാണ്. അതിപ്പം പുറത്ത് പറയുന്നതല്ലേ കുടുംബത്തിനെ തൃപ്തിപ്പെടുത്താൻ ഒരു കാരണം. സംഭവം അഴിമതി തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവർ 2 മക്കൾ തമ്മിൽ അടിയാണ്. ഈ 2 മക്കൾ തമ്മിൽ അടിയിൽ ഈ പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ട് ഈ ഗുണം കിട്ടിയ മൊത്തം പൊളിറ്റിക്കൽ ഗുണം കിട്ടിയ ഇയാൾക്കാണ്, കുമാരസ്വാമിക്ക്. മറ്റേത് രേവണ്ണയ്ക്ക് അത്ര കിട്ടിയിട്ടില്ല. രേവണ്ണയ്ക്ക് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പൊളിറ്റിക്കൽ ഗുണം മൊത്തം പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് അത്യാവശ്യം ഇമേജ് ഉണ്ടായിരുന്നു. അവർ യങ് ലീഡർ എന്നൊക്കെ. സത്യത്തിൽ അയാൾ ഉള്ളിൽ പോയി കൂടുതൽ സന്തോഷിക്കുന്ന ഇയാളായിരിക്കും. ഇപ്പം അതൊരു കാരണം പറഞ്ഞേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കുടുംബത്തിൻ്റെ വികാരം എടുക്കുക, സമുദായത്തിൻ്റെ വികാരം എടുക്കുക. പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ടൈമാണ്. BJPക്ക് മുമ്പ് അറിയാവുന്നതാണ്. 6 മാസം അധികാരം കൈമാറുന്ന കരാറുണ്ടാക്കിയിട്ട് BJPൻ്റെ സഹായത്തോടു കൂടി 6 മാസം ഭരിച്ച് പിന്നെ പാലം ഭരിച്ച ടീമാണ്. BJPക്ക് പേരുദോഷമാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർക്കൊക്കെ ലൈഫ് കൊടുത്തതിന് ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷന് ഫിനിഷ് ചെയ്യപ്പെടേണ്ട പാർട്ടിയായിരുന്നു. അത് ഫിനിഷ് ചെയ്യപ്പെടാതെ പോകാൻ കാരണം BJP അവർക്ക് നേടിക്കൊടുത്തൊരു ലൈഫാണ്. നന്ദി ഇവർക്ക് പറഞ്ഞതല്ലോ. ഇവർക്ക് ഇവരുടെ താല്പര്യം മാത്രമല്ലേ ഉള്ളൂ. ഇവർക്കൊക്കെ ഈ ഈ പറയുന്ന സോക്കോട് പ്രാദേശിക പാർട്ടികൾക്ക് എവിടെയാണ് പിന്നെ ദേശീയ താല്പര്യമുള്ളത്? ദേശീയ താല്പര്യം ഒന്ന് വേണം, അതില്ല. 2, അവർക്ക് അവരുടെ കാര്യം അവർ നോക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്രയും വീണ് കിടക്കും BJP അമിത്ഷാ ഞങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കഴിവുകൊണ്ടാണ്, ശക്തി കൊണ്ടാണ്. അതുകൊണ്ടല്ലേ വേറെ പല ആളുകളും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അമിത്ഷാ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ഗവനിച്ചാൽ മതി എന്നാണ് അവരുടെ ധാരണ.
ഈ കുമാരസ്വാമിയും രേവണ്ണയും വെച്ച് നോക്കുമ്പോൾ രേവണ്ണ ഒരല്പം ബുദ്ധിയിൽ പിന്നോക്കമാണെങ്കിലും കുമാരസ്വാമിയുടെ അത്ര ക്രുക്കടല്ല. അതായിരിക്കാം ബുദ്ധി അല്ല. അല്ല, അത് ഞാൻ പറയാൻ കാരണം മന്ത്രിയായിരിക്കെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിൻ്റെ വിശ്വാസത്തിൽ 300 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ വസതിയിൽ എല്ലാ ദിവസവും മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഓഫീസിൽ നിന്ന് പോയി വന്ന ആളാണ് രേവണ്ണ. അല്ല അതൊക്കെ ഉണ്ടാവും. അത് അല്ല അത് ഇത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. നമ്മൾ ഒരേ അച്ഛൻ്റെ മക്കളാണ്, രണ്ടുപേർക്ക് ഒരേ ബുദ്ധിയൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ രാശി ഇവനാണ് കൂടുതൽ, കുമാരസ്വാമി. അതാണ് എൻ്റെ രാശി കൂടുതലുള്ളത്. അധികാരം മൊത്തം അയാളിലേക്കാണ് പോയത്. മറ്റേ ആൾക്ക് പൈസ ഇഷ്ടം പോലെ കിട്ടി. ഈ പ്രജ്വൽ രേവണ്ണ ഈ വിഷയം എഴുതുന്നതിന് മുമ്പ് വലിയ സ്റ്റാറായിരുന്നു അവിടെ. അവരൊരു അടുത്ത അനന്തരാവകാശി എന്ന രീതി കണക്കപ്പെട്ടിരുന്ന ആളാണ്. അയാളെ ഫിനിഷ് ചെയ്തു, അയാളെ കാര്യപ്പം തീർന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബേസിക്കലി BJP ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ BJP ഇങ്ങനെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കട്ടെ. മറ്റേ ടീച്ചർ വന്നില്ലേ കമ്മീഷൻ, അതുപോലെ ജോസഫൈന അനുഭവിക്കട്ടെ, MC ജോസഫൈൻ അനുഭവിക്കട്ടെ. എന്തോ അല്ല, ഈ അധികാരത്തിലേക്ക് ഇനി ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവരോടൊപ്പം ചേർന്ന് ഒഴുകിക്കഴിഞ്ഞാൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് BJP എത്തുമോ? എവിടത്തെ BJP അവരുടെ ദേശീയ താല്പര്യങ്ങൾ മൊത്തം പരിഹരിക്കേണ്ടി വരും. ഇവർ എത്രയും പെട്ടെന്ന് ജെറ്റിസനം ചെയ്തിട്ട് കൊള്ളാവുന്ന വലിയ സഖ്യ ശിവസേനയൊക്കെ കൂടെ നിർത്തിയത്. ശിവസേന BJPൻ്റെ കൂടെ നിന്നോളൂ. ഇവർ ഒരേ ഐഡിയോളജിയുള്ള പാർട്ടിയാണ്. തിരിച്ചു കുറച്ച് പ്രാദേശികവാദം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ശിവസേന ഇവരെ അത്ര കറക്റ്റഡ് അല്ല. കാരണം ഒന്നിന് ബാബാ സാഹിബിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അഴിമതിയൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് രാഷ്ട്രീയത്തിൽ അഴിമതി ഉണ്ട്, അത് ബോംബെയിലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ശിവസേന കുറച്ചൊരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള പാർട്ടിയാണ്. എങ്ങനെയെങ്കിലും ആ ഏകനാഥ് ഷിൻഡേക്കൊന്നും അങ്ങനെ ഒരു കരിഷ്മയില്ല. ആ ഫാമിലിക്ക് ഉദ്ധവിനും കരിഷ്മയൊന്നുമില്ല, പക്ഷെ ആ ഫാമിലിക്ക് ബാബാ സാഹിബിൻ്റെ കുടുംബത്തിനൊരു കരിഷ്മയുണ്ട്. അപ്പോൾ ശിവസേനയെ കൂടെ നിർത്തി ഇവന്മാരൊക്കെ തള്ളിക്കളിയുന്നതാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് ഓൾറെഡി ഗ്രൗണ്ട് ഉണ്ടാക്കിയ ആളുകളാണ് അവർ BJP കർണാടകയിൽ. അതൊന്നും കൂടി ശക്തിപ്പെടുത്തും, അത്രയേ ഉള്ളൂ. അല്ല ഇവരെയൊക്കെ നമ്മൾ വളരുമ്പോൾ ഇവരൊക്കെ സഹായം വേണ്ടി വരും. ഇനി എന്തിനാണ് BJPക്ക് ഇവരുടെ സഹായം? അതാണ് BJPക്ക് എന്തോ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട്. ആർഎസ്എസിനെ പഠിക്കുകയും ചെയ്യും, ഇവരൊക്കെ പിന്നാലെ പോവുകയും ചെയ്യും. ഇത്രത്തോളം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ദില്ലിയിൽ ഇരുന്ന് BJPയെ വെല്ലുവിളിക്കുന്നു. അതാ പറഞ്ഞത്, അനുഭവിക്കട്ടെ. ഇവരതും ചെയ്യും, അതിൽ വലുതും ചെയ്യും. ഒരനുഭവത്തിൽ പാഠം പഠിച്ചില്ലേ? അത് പഠിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. എത്ര കാലം മുന്നോട്ട് പോകും ഈ ഒരു ബന്ധം, ഈ പോക്കിന്? ഇതിപ്പം അത് മോഡി ഇങ്ങനെ പോകണമെന്ന് മോഡി തീരുമാനിക്കുന്നവരെ പോകും. മോഡിക്ക് രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവരുത്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നവരെ ഈ ഭരണം തുടർന്നു കൊണ്ടുപോകണമെന്നാണ് മോഡി ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഭരണം അങ്ങനെ തന്നെ പോകും. അതല്ല മോഡി ശരിക്കും മോഡി ആയി കഴിഞ്ഞാൽ ഇത് പോവില്ല. അത് മോഡിയുടെ മൂക്കിന് താഴെ ഇരുന്നാണ് വെല്ലുവിളിക്കുന്നത്. അതാ പറഞ്ഞത്. ഇവർക്ക് അതിന് മടിയില്ല. ഇവർക്ക് പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന അവർക്ക് എന്താ വലിയ സംഭവം കൂടി. ഇനി ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ അടുത്ത നിയമസഭ ഇലക്ഷൻ ഇവർ കോൺഗ്രസിൻ്റെ കൊടുക്കണം, കോൺഗ്രസ് എടുക്കും. അന്നപ്പോൾ ഈ തെറ്റുകളൊക്കെ ആളുകൾ മറക്കും, ഭയങ്കര സെക്കുലർ ആവും. കേരളത്തിലെ പത്രങ്ങൾക്ക് പിന്നെ ഇയാൾ പ്രിയങ്കരനാവും. ഇവരൊക്കെ പിന്നെയും പ്രിയങ്കരനായി. ഇപ്പോഴല്ലേ അപ്രിയമായി തുടങ്ങിയത്. അപ്പോൾ BJP ചെയ്യേണ്ടത് ഇവരുടെ ഈ പ്രശ്നം കൊണ്ടായിരിക്കും. ഇവരെയൊക്കെ തട്ടിക്കളഞ്ഞില്ല, ശിവസേനയെ തിരിച്ചുകൊണ്ടുവരണം. ഇവരുടെ സഖ്യകക്ഷിയാണ്. ശിവസേന വിളിച്ചാൽ വരുമോ? ശിവസേന വിളിച്ചാൽ വരുന്നത് ഇടപാട് പോലെ ഉണ്ടാവും. എങ്ങനെ ഇടപെടുന്നു ആശ്രയിച്ചിരിക്കും. ഏകനാഥ് ഷിൻഡനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അകാലിദളുമായി ഇവരുടെ നാച്ചുറൽ അലയാണ് അകാലിദൾ. അവരുമായിട്ട് കുറച്ചുകൂടി നല്ല ബന്ധമുണ്ടായി കഴിഞ്ഞാൽ അകാലിദൾ കുറേ സീറ്റുകൾ അവിടെ പിടിച്ചു കൊടുക്കും. അപ്പോൾ അകാലിദൾ ഏതാണ്ട് നശിക്കുന്ന അവസ്ഥയിലാണ്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ. BJP അവരുടെ നാച്ചുറൽ അലയൻസിനെ കൂടെ നിർത്താൻ ആദ്യം പഠിക്കണം. അതാണ് പ്രശ്നം. അതല്ലാതെ ഈ നാച്ചുറൽ അലയൻസ് പലതും അവരെ വിട്ടുപോയി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കുകയും എന്നിട്ട് ഈ പറയുന്ന അലവലാദികളെ ചുമക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് വെച്ചാൽ ഭയങ്കരമാണ്. BJPൻ്റെ ക്രെഡൻഷ്യലാണ് അത് പോകുന്നത്. JDS ഒരു അഴുക്കുചാലാണ്. ജാതീയതയുടെയും ഈ പറയുന്ന പ്രാദേശികവാദത്തിൻ്റെയും അഴിമതിയുടെ അഴുക്കുചാലാണ്. കർണാടകയിൽ ജാതി രാഷ്ട്രീയം മാറ്റി നിർത്താൻ പറ്റുമോ? ജാതി രാഷ്ട്രീയം RSS ജാതി രാഷ്ട്രീയത്തിനെതിരാണല്ലോ. അത് പതുക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും പറ്റിച്ചു കൊടുത്ത ആളുകളാണ് RSSകാർ. ഇവിടെ പലതും പറ്റുമോ എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുമോ? ഒരുമിപ്പിച്ചില്ല അവർ. അപ്പോൾ ജാതിയെ ഇല്ലാതാക്കാനൊക്കെ പറ്റും. ജാതി ഇല്ലാതാക്കണമെങ്കിൽ ഇതിലും വലിയ ജാതി ഉണ്ടായിരുന്നില്ല മറ്റു പല സ്ഥലത്തും. അപ്പം ജാതി ഏറ്റവും വലിയ ജാതി കേരളത്തിലല്ല ഉണ്ടായിരുന്നത്. ജാതി ഇല്ലാതാക്കിയത് ഇവിടെയുള്ള പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങളല്ല. RSS ജാതിക്ക് എതിരുമാണല്ലോ. അത് ഇല്ലാതാക്കാനൊക്കെ പറ്റും. പക്ഷേ അതിനുള്ള അറ്റംപ്റ്റ് വേണം. അതിനിടയ്ക്ക് നിങ്ങൾ ഇവർ ജാതി ശക്തികളായി കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെ വരും. നിങ്ങളെ മുന്നിലുള്ള മണ്ഡൽ വേണോ കമണ്ടൽ വേണോ എന്നാണ്.
BJP എടുത്ത സ്റ്റാൻഡ് കമണ്ടൽ വേണം, അതിനിടയ്ക്ക് മണ്ഡലിലേക്ക് തിരിഞ്ഞു നോക്കരുത്, അതാണ് അവർക്ക് പറ്റുന്നത്. ഈ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി BJP അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാനമാണ് കർണാടക. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ കേരളത്തിലെ BJP നന്നാവുമ്പോൾ മറ്റു പല സ്ഥലത്തെയും BJPകൾ ശരിയായി പോകുന്നില്ല. അല്ല, അതിനൊരു അത് ശരിയാണ്. കേരളത്തിലിപ്പം നമ്മൾ വലിയ പൊട്ടിത്തെറിയൊന്നും കാണുന്നില്ല. പിന്നെ RSS ആയിട്ട് ചെറിയ പണിയിരിക്കുന്നു തോന്നുന്നു. അത് ഒന്ന് ഒരു പിന്നെ എന്താ ശരിയാക്കണം. ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ന്യൂസ് നമുക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, RSS സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചില്ല. കാരണം അവരുടെ ഞാൻ റെസ്പെക്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരിക്കലും P. ജയരാജൻ സഖാവിനെ വിളിച്ചിട്ട് സഖാവ് എന്താ CPM പ്രശ്നം ഞാൻ ചോദിക്കില്ല. അവിടെ ബോംബ് പൊട്ടിയ സഖാവ് എന്താണ് പ്രശ്നം, അവരുടെ വേർഷൻ എന്താണെന്ന് ചോദിക്കും, അത് മാത്രമേ ചോദിക്കുള്ളൂ. അല്ലാതെ അതുപോലെ ഈ പറഞ്ഞ സംഘത്തിനകത്ത് തില്ലങ്കരി ചേട്ടനോട് ഞാൻ എന്താണ് അവിടെ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കില്ല. അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായി ഞാൻ വിളിച്ചു ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിക്കും. മൂപ്പര് പറയാൻ പറ്റുന്നതാണെങ്കിൽ മൂപ്പര് അറിയും, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് പ്രശ്നം. ഞാൻ കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കാരണം എനിക്കറിയാം അവർ വലിയ രാഷ്ട്രീയ പാർട്ടികളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളാണ്, സംഘടനകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പലതും പറയാൻ പറ്റില്ല, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, മനസ്സിലായില്ല. അപ്പോൾ അതുപോലെ ഈ നമ്മളിപ്പോൾ ആളുകളെ മനസ്സിലാക്കി വേണം ഇടപെടാൻ. അങ്ങനെ ഇടപെടാതെ പോകുന്നതാണ് പ്രശ്നം. BJPക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. കേരളത്തിൽ അവർ പലതും ചിലപ്പം വളർന്നു വരുമ്പോൾ എനിക്കൊന്ന് ചില RSSകാർക്കെങ്കിലും RSS ഒരു ബാധ്യതക്കായി മാറുന്നുണ്ട് തോന്നുന്നത്, അധികാരം കയ്യിലാകുമ്പോൾ. കാരണം RSSകാർ ഈ വടിയും കൊണ്ട് നടക്കല്ലോ. അപ്പോഴാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അധികാരം ഇങ്ങനെ ആഹ്ലാദിക്കുന്നത്. അപ്പോൾ ഈ RSSകാർ ദണ്ടും കൊണ്ട് നടക്കുമ്പോൾ അത് പറ്റുന്നില്ല. ഈ അച്ഛനോട് മക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ, അച്ഛനിങ്ങനെ ദണ്ടും കൊണ്ട് നടക്കുമ്പോൾ ഒരു വഴി ചെയ്യുമ്പോൾ പിള്ളേർ യുവാക്കളാകുമ്പോൾ എന്ത് ചെയ്യും, അച്ഛൻ അവർക്കൊരു ബാധ്യതയായി തോന്നും. അങ്ങനെ പൊതുവേ BJPക്കാർക്ക് RSSകാർ മാറാറില്ല, പക്ഷേ ചില സ്ഥലത്തെങ്കിലും ചെറുതായിട്ട് മാറുന്നുണ്ടോ എന്നാണ് കർണാടകയിലൊക്കെ ഒരു പാഠം നൽകുന്നത്. ഇപ്പം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഈ ഇവരുടെ ആവശ്യമോ? ഒറ്റയ്ക്ക് BJP അവിടെ സ്പേസ് ഉണ്ടാക്കിയതാണ്, BJPക്ക് സ്പേസും ഉണ്ട്, ആ സ്പേസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ BJPയിലെ ഗ്രൂപ്പ് ആയിക്കൊണ്ടാണ് അവർ സംസ്ഥാനം പോയത്. അവരങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതി. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.